ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യ വിഭവങ്ങളായിട്ടാണ്. ഓണസദ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഐറ്റം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അധികം പണികളൊന്നും ഇല്ലാണ്ട് ഒരു പാത്രത്തിൽ തന്നെ എല്ലാ ഐറ്റംസും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 കപ്പ് ഇഞ്ചിയിലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ടാക്കി വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. 8-10 ചെറിയുള്ളി എടുക്കുക, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം നല്ലോണം വഴറ്റിയെടുക്കുക. ഇതെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പുളി വേണം. നെല്ലിക്ക വലിപ്പത്തിൽ, അതിലും കുറച്ച് വലിയ വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ 2.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് മെൽറ്റാക്കാൻ വെക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇഞ്ചിൻ്റെ ആ ഒരു കുത്തുന്ന സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയില്ലേ അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിതാ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് വെള്ളത്തിൽ നമ്മൾ പുളി മെൽറ്റാക്കി എടുത്തിട്ടില്ലേ അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. മുളകിൻ്റെയും ഒരു മഞ്ഞളുടെ എല്ലാം റോസ്മെല്ലും മാറിയ ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. നല്ലോണം കുറുകി വരും. കുറുകി വരുന്ന ടൈമിൽ ഇതിലേക്ക് 6-7 ടേബിൾ സ്പൂണ് എന്താ പറയുക വെല്ലയില്ലേ, വെല്ലം അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്തേ, അപ്പോൾ അതിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലോണം കുറുക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതിലെ 1-2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിക്ക്. പിന്നെ ഞാൻ ഇതിലെ ഒരു പോട്ടിൽ തന്നെ എങ്ങനെയാണ് അധികം പാത്രങ്ങളൊന്നും ഇല്ലാണ്ട് ഓണസദ്യ റെഡിയാക്കാനാണ് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് റെഡിയാക്കാനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുളിയിഞ്ചി കറി റെഡി ആയിട്ടുണ്ട്. അത് തണിയാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് റെഡിയാക്കാൻ വേണ്ടിക്ക് അടുത്തതിലെ ക്യാബേജ് തോരനാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതാ ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കല്ലേ 1 ടീസ്പൂണ് എന്താ പറയുക കടുക് പൊട്ടിച്ചെടുക്കുക. 2-3 വറ്റൽമുളക് കട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കി വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജിൻ്റെ ഒരു 1/2 പോർഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ സദ്യയെല്ലാം വിളമ്പുമ്പം ക്യാബേജ് തോരനെല്ലാം വിളമ്പുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 6 അല്ലി വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായിട്ട് കട്ടാക്കിയതും 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം ക്യാബേജ് പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഇല്ലാണ്ടും ചെയ്യുന്നവരുണ്ട്, പക്ഷെ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക.
കാബേജ് തോരൻ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, തക്കാളിയിലും ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നൽ ഇങ്ങനെ ക്യാരറ്റ് വെച്ചിട്ട് റെഡിയാക്കുമ്പോഴാണ്. ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. സദ്യ റെഡിയാക്കുമ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റം തന്നെയാണിത്. ഇനിയിപ്പം അടുത്ത റെസിപ്പി ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായിട്ട് ഇതാ ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം നല്ലോണം ചൂടായിട്ട് വന്നാൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 3-4 വറ്റൽ മുളക് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചെറുതായതുകൊണ്ട് 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഒരു വലിയ ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്ററിൻ്റെ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം സമയ ലാഭത്തിന് വേണ്ടിക്ക് ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിലിട്ടിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, കാര്യം ഉപ്പ് കൂടുതൽ വേണ്ടവരും കുറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നവരെല്ലാം ഉണ്ടാവില്ലേ, അതുകൊണ്ട്. ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കും മുമ്പേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താലേ ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചുവ തീരുണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ കുക്കാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിക്ക് കുറച്ച് വലിയ തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ബീട്രൂട്ട് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം മൊത്തത്തിൽ വറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടില്ലേ ഞാൻ ഈ ഒരു അരപ്പ് ചെറുതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഇത് കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു അരപ്പും കൂടി ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അരപ്പ് തിളച്ച് വരുന്നത് വരെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി, അധികം പുളിയില്ലാത്ത തൈര് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അരപ്പിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അരപ്പിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്ത ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. സാധാരണ പച്ചടിയെല്ലാം റെഡിയാക്കുമ്പം എന്ത് ഐറ്റംസ് റെഡിയാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്തിട്ട് ആദ്യം ബീട്രൂട്ട് വേവിച്ച് അങ്ങനെയല്ലേ ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റി ആയിരിക്കും. വെളിച്ചെണ്ണയിൽ തന്നെ ബീട്രൂട്ട് നമ്മൾ കുക്കാക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് വേറെ തന്നെ ഒരു ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പം അടുത്ത റെസിപ്പി എരിശ്ശേരിയാണ്. ഞാനിപ്പോൾ ഇതാ വൻപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കപ്പ് വൻപയറാണ് കേട്ടോ. പിന്നെ വൻപയർ എടുക്കുമ്പം കുറച്ചുകൂടി കളറായിട്ട് കുറച്ച് ചെറിയ വൻപയറില്ലേ, അതിലെടുക്കുമ്പോൾ ഒന്ന് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 600 ഗ്രാമോളം മത്തന് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ കുക്കർ ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഞാനിതാ പാത്രം ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടാണം. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. 1/2 മുറി തേങ്ങ ഞാൻ ചിരകിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തേങ്ങൻ്റെ 1/2 മുറിയാണ് കേട്ടോ. എന്നിട്ടിത് നല്ലോണം വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ വറുത്തെടുക്കലാണ്. അപ്പോഴേക്കും നമ്മുടെ പയറും മത്തനും കൂടി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ മത്തനും പയറും വേവിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാര്യം ഇതിലേക്ക് ഞാൻ അരപ്പ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ക്യുമിൻ സീഡ്, ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം, ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ അതുപോലെ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മത്തനും പയറും വൻപയറും കൂടിയിട്ട് നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഉടച്ചെടുക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ അരപ്പും കൂടി റെഡി ആയിട്ടുണ്ട്. ഒരു അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ലോണം ക്രഷ് ആയിട്ട് വേണ്ട, കുറച്ച് ഒന്ന് അരഞ്ഞ് കിട്ടണം. നല്ല പേസ്റ്റായിട്ട് അരിയും വേണ്ട കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ തേങ്ങ വറുക്കാൻ വെച്ചിട്ടില്ലേ, അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇതാ തേങ്ങ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു വൻപയറും മത്തനും തമ്മിലുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഉപ്പ് വേണ്ടവർക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കുക, കുറവാ വേണ്ടതെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം ഒഴിച്ചു കറി ആയിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പം കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സദ്യയിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കിക്കോ. അടിപൊളി ടേസ്റ്റിയാണ്. കുക്കറിൽ ജസ്റ്റ് ഒന്ന് എല്ലാ ഐറ്റംസും വേവിച്ചിട്ട് ഒന്ന് വറുത്ത് തേങ്ങയിൽ ഇട്ട് കൊടുക്കല്ലേ വേണ്ടി, എളുപ്പമല്ലേ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എരിശ്ശേരി നിങ്ങൾ എന്തായാലും ഈ ഒരു ഓണത്തിന് ട്രൈ ആക്കി നോക്കാം. ഇനിയിപ്പോൾ റെഡിയാക്കുന്നത് കൂട്ടുകറിയാണ്. അതിനായിട്ട് ഇതാ ഞാൻ ഒരു 1/4 കപ്പ് കറുത്ത കടലയില്ലേ, നമ്മൾ പുട്ടിനെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു കടല ഞാൻ 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിൽ ഞാനിതാ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിൽ വരെ വേവിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിക്ക് വീഡിയോ കൂടുതൽ ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിക്കാണ് ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ പറയാണ്ടെന്നേ. കാര്യം കടലെല്ലാം വേവിക്കുന്നതും കുതിർക്കുന്നതും എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഇനിയിപ്പം വേവിച്ച് വെച്ച കടലയിലേക്കില്ലേ നമുക്ക് 1 കപ്പ് ചേന ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ടാക്കി വെച്ച ചേനയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ പച്ചക്കായില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മത്തനും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കുറച്ച് വലിയ പീസാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യുമിൻ സീഡില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ കടല വേവിച്ചത് 2 കപ്പ് വെള്ളത്തിലാണ്. അതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കടല വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തേ. ഇനിയിപ്പോൾ ഇത് കുക്കർ 2 വിസിൽ വരെ വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. ഒരു 4 ചെറുതാണെങ്കിൽ 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം അതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മൾ നേരത്തെ എരിശ്ശേരിക്ക് ചെയ്തിട്ടില്ലേ, അതുപോലെ ഇത് നല്ലോണം വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ കടലയും മത്തനും കായും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഞാൻ കടല കുതിർത്ത് വെച്ച ശേഷം 2 കപ്പ് വെള്ളത്തിലാണ് കടല വേവിച്ചത്. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഉടച്ചെടുക്കാം. ആ ഒരു ടൈമിലെ നമ്മുടെ തേങ്ങയും കൂടി നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഒന്ന് അരച്ചിട്ട് ആ ഒരു വേവിച്ച് വെച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടില്ലേ വറുത്തെടുത്ത തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് ഞാനിതാ വേവിച്ച് വെച്ച കടല മത്തൻ കായ എല്ലില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. സാധാരണ ഈ ഒരു ഐറ്റംസ് എല്ലാം റെഡിയാക്കുമ്പില്ലേ ഒരുപാട് പാത്രങ്ങൾ വേണം. ഒരു പാത്രത്തിൽ നമ്മൾ വേവിക്കുക, വേറൊരു പാത്രത്തിൽ കാച്ചി വയ്ക്കുക, വേറൊരു പാത്രത്തിൽ വറുത്തെടുക്കുക. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുക്കറിൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയാക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ കാച്ചി വറവിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡിയാവും. ഞാനിപ്പോൾ ബാക്കി തേങ്ങൻ്റെ മിക്സിലേക്ക് ഈ ഒരു അരപ്പ് റെഡിയാക്കി വെച്ച ഈ ഒരു മിക്സിയിലെ ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം, ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇപ്പം ഈ വറുത്ത് വെച്ച തേങ്ങയില്ലേ ഈ ഒരു എല്ലാ വെജീസിലും മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആവും കേട്ടോ.
അപ്പം നമ്മൾ ഇതും 2 പാത്രം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ പ്രത്യേകം വറുത്ത് വയ്ക്കുകയോ കാച്ചി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാത്തൊരു ഐറ്റം തന്നെയല്ലേ കൂട്ടുകാരെ. ഇനിയിപ്പം അടുത്തത് ഞാൻ സാമ്പാറാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1 കപ്പ് വെള്ളം 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 3 പച്ചമുളകും 6-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ്. ഞാൻ സദ്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഇട്ടിട്ട് കുക്കർ 1 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പം സാമ്പാർ പരിപ്പില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, സാധാ പരിപ്പായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിതാ 1 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെജീസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജീസും ചേർത്ത് കൊടുക്കുക. ഇന്ന തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതിലേക്ക് 1 തക്കാളിയും 1 ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്കില്ലേ ഒരു ചെറിയ പീസ് പുളിവെള്ളവും കൂടി പുളിവെള്ളമാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണ് മല്ലി മുളക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ മുളക് മല്ലി മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണ് മുളക് പൊടിയും 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പം വെജീസ് വേവുന്നത് വരെ വിസിലേൽപ്പിക്കുക കേട്ടോ. 1 വിസിൽ വരെയാണ് ഞാൻ വേവിക്കുക. ചിലർക്ക് 2 വിസിൽ വരെ വെജീസ് നല്ല കുക്കായിട്ടായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഇനിയിപ്പം ഇതിലേക്കില്ലേ 1/2 മുറി വലിയ തേങ്ങയാണെങ്കിൽ 1/2 മുറി തേങ്ങ, പിന്നെ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു ടൈമിൽ നമ്മുടെ വെജീസ് എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്ന ടൈമിലില്ലേ ഞാൻ കുക്കറിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് വെജീസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് വെണ്ടക്കയും പിന്നെ മുരിങ്ങക്കായില്ലേ അതും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതും ഒന്ന് നല്ലോണം തിളച്ച് കുക്കായിട്ട് വരണം. ഈ ഒരു വെജീസ് എല്ലാം വേവുന്ന ടൈമിൽ മുരിങ്ങക്കായ ഉടനെ പോവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ആ ഒരു ടൈമിൽ വറവിട്ടെടുക്കണം. സാമ്പാറിൽ എന്തായാലും നമ്മൾ വേറെ തന്നെ വറവിട്ടെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1 ടീസ്പൂണ് നിറയെ കടുകും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളിയും 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് വറവിട്ടെടുക്കുക കേട്ടോ, കുക്കാക്കിയെടുക്കുക. ആ ഒരു ടൈമിലില്ലേ നമ്മുടെ വെജീസ് എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ തേങ്ങൻ്റെ അരപ്പില്ലേ, നമ്മൾ നേരത്തെ 1/2 മുറി തേങ്ങയിൽ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി അരച്ചെടുത്തിട്ടില്ലേ, നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സി കഴുകി ആ ഒരു വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് സാമ്പാർ ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്കില്ലേ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം തിളപ്പിച്ചെടുക്കലാണ്. തിളച്ച് വരുന്ന ടൈമിലില്ലേ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറവിട്ടെടുത്ത ഐറ്റംസ് എല്ലാം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവും ഉപ്പും എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. സാമ്പാറെല്ലാം നല്ല ലൂസിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എന്നാൽ നല്ല തിക്കായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാത്തത്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയാത്തത്. അപ്പോൾ ഇതാ ഞാൻ വറവിട്ടെടുത്ത ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ഒഴിച്ചെടുക്കലാണ്. അടിപൊളി സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുവരെ ഇങ്ങനെ സാമ്പാർ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക്. സദ്യയിലെല്ലാം ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റം അല്ലേ സാമ്പാർ. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. വറുത്തെടുക്കാണ്ടെല്ലാം തേങ്ങ വറുത്തെടുക്കാണ്ടെല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫേവറേറ്റ് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി ഒരുപാട് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനിതാ ആദ്യം പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. 5-6 വറ്റൽമുളക് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ചധികം തന്നെ വറ്റൽമുളക് ഇതിലേക്ക് വേണം.
ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പഴമൊന്ന് എന്താ പറയുക 2 പഴുത്ത പഴം ഞാൻ ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴത്തിന് പകരം നിങ്ങൾക്ക് മാമ്പഴം ഇട്ട് കൊടുക്കുക, പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പഴത്തിൻ്റെ പുളിശ്ശേരിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 or 6 പച്ചമുളക് നീളത്തിൽ കട്ടാക്കിയതും ഇട്ട് കൊടുക്കുക. പിന്നെ എരിവ് കൂടിപ്പോന്നും ചെയ്യില്ല, പഴത്തിൻ്റെ മധുരവും ആ ഒരു മുളകിൻ്റെ എരിവെല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നല്ലോണം ആ ഒരു ഓയിലിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പം വഴറ്റിയ ശേഷം മാത്രം ഇതിലേക്ക് 1/2 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ കുക്കാക്കിയെടുക്കുക. പഴം പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. സാധാരണ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം എന്താ പറയുക, വെള്ളത്തിൽ വേവിച്ചിട്ടല്ലേ ചെയ്യുക, ഓയിലല്ലല്ലോ ചെയ്യുക. പക്ഷേ ഇതൊരു പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് അരമുറി തേങ്ങ, 6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 6 8 ചെറിയുള്ളി, 1 ടീസ്പൂണിലും കുറച്ച് കുറവ് ചെറിയ ജീരകം ക്യുമിൻ സീഡ്, 1 ടീസ്പൂണിലും കുറവ് തന്നെ വലിയ ജീരകം കൂടി കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയൊരു തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ പഴം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ പഴം നല്ലോണം ഉടച്ചെടുക്കുക. മാമ്പഴം ആണെങ്കിലും അങ്ങനെ തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു അരപ്പിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും എന്ന് ഞാൻ പറഞ്ഞത് ക്യുമിൻ സീഡും ഫെനൽ സീഡുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ തേങ്ങൻ്റെ അരപ്പിൽ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. തേങ്ങ അരക്കുന്ന ടൈമിന് കുറച്ചധികം വെള്ളത്തിൽ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ആ ഒരു പാത്രം കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങൻ്റെ അരപ്പിൽ നല്ലോണം തിളച്ച് വരണം. തേങ്ങൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം മാറിക്കിട്ടണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കളറ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. യെല്ലോ കളറിലല്ലേ ഉണ്ടാവുക. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തേങ്ങ അരക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാൻ വിട്ടു വേണ്ട, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി തീ ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള മോരാന്നുണ്ടെങ്കിൽ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം തൈരാന്ന് ഒഴിച്ച് കൊടുത്തേ. തൈരൊന്ന് കടഞ്ഞിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്, കട്ടകളൊന്നും ഇല്ലാണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി റെഡിയാവും. ഒരു ഭംഗിക്ക് വേണ്ടിക്ക് കറിവേപ്പിലും വറ്റൽമുളകും മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ പുളിശ്ശേരിയേക്കാളും അടിപൊളി ടേസ്റ്റാണ്. സാധാരണ ഉണ്ടാക്കും ആദ്യം വെള്ളത്തിൽ വേവിച്ചിട്ടല്ലേ ചെയ്യുക. നമ്മളിത് ആദ്യം വറവ് ഇട്ട് കാച്ചി എന്നിട്ട് അതിലാണ് പഴമെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ചെയ്തത്. അപ്പം പഴത്തിൻ്റെ എല്ലാം ടേസ്റ്റ് പ്രത്യേകം ഒന്നുകൂടി കൂടും. അതുപോലെ തന്നെ ഇത് എളുപ്പപ്പണി എന്ന് പറയാൻ പറ്റും. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കുറേ പാത്രങ്ങളൊന്നും വേണ്ട. പിന്നെ ടേസ്റ്റും കൂടുതൽ തന്നെയാണ്. മറ്റേ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റുമാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കാത്തവർ ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു പുളിശ്ശേരിയിലെ എല്ലാ നമുക്ക് ഡെയിലി ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും. കറിയൊന്നും ആവശ്യമില്ല. പിന്നെ ഓണസദ്യൻ്റെ കൂടെ എന്തായാലും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി തന്നെയാണ്. ഇനിയിപ്പം അടുത്ത റെസിപ്പി നോക്കാം. ഞാനിതാ പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക. ഞാനിപ്പം ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് കേട്ടോ ഇതും കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് 4 വറ്റൽമുളക്, വലുതാണെങ്കിൽ 2 മതി കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളരിയാണ്. വെള്ളരിയും പച്ചമുളകും. ഞാനിപ്പം പച്ചടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പച്ചടി റെഡിയാക്കുമ്പം എല്ലാവരും ആദ്യം വെള്ളരി വെറുതെ വേവിച്ചിട്ട് മുകളിലായിട്ട് വറവിട്ടെടുക്കലാണ്. ഞാനിപ്പം ഇതിലേക്ക് തന്നെ വെള്ളരി ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഈ ഒരു ഓയിലിൽ കിടന്നിട്ടാണ് വെള്ളരിയെല്ലാം ഒന്ന് കുക്കായിട്ട് വരുന്നത്. അപ്പം വെള്ളരിയെല്ലാം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റി ആയിരിക്കും. എല്ലാം മിക്സാക്കി എടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിക്കില്ലേ ഞാൻ അരമുറി തേങ്ങയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ചെറുതായിട്ട് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ചെറിയ ജീരകം ക്യുമിൻ സീഡ് ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളരിയിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ഒരു വെള്ളരി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അരപ്പില്ലേ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം മരക്കുന്നതൊന്നും കാണിക്കാത്ത വീഡിയോ കൂടുതൽ ലെങ്തി ആണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തേങ്ങയിൽ കുറച്ച് തൈരും ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ്.
എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് തൈര് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തൈരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് ഇട്ട ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തീ ഓഫ് ചെയ്യുക. അടിപൊളി ടേസ്റ്റിയാണ്. പച്ചടി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇതിലെ വെള്ളരി കഴിക്കാൻ പോലും അടിപൊളിയാണ് കേട്ടോ. കാര്യം നമ്മൾ എണ്ണയിൽ തന്നെയാണ് വറുത്തെടുത്ത, എന്താ പറയുക, എണ്ണയിൽ തന്നെയാണ് വേവിപ്പിച്ചെടുത്ത ആ ഒരു എന്താ പറയുക വെള്ളരി. വെള്ളം ഒഴിക്കാണ്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ്. വേറെ തന്നെ എന്താ പറയുക വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓണസദ്യ സാധാരണ റെഡിയാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളാവും. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പാത്രങ്ങളുടെ അളവ് കുറയും, ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഓലനാണ്. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ഒരു ചെറിയ വെള്ളരി വലുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഈ ഒരു വെള്ളരി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വൻപയറാണ്. വൻപയർ ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച വൻപയർ, 1 മണിക്കൂറെല്ലാം കുതിർത്ത് വെച്ച വൻപയർ വേവിച്ചിട്ട് 2 വിസിൽ വരെ 2-3 വിസിൽ വരെ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. ഒരു 1/4 കപ്പ് വൻപയർ മതി. എൻ്റെ കയ്യിൽ കുറച്ചധികം വൻപയർ ഉണ്ടായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതാണ്. ശരിക്കും ഓലനിലെ കുറച്ച് മാത്രം വൻപയറും കുറച്ചധികം വെള്ളരിയോ അല്ലാന്നുണ്ടെങ്കിൽ കുമ്പളം വെച്ചിട്ടും ചെയ്തെടുക്കുക. കുമ്പളങ്ങയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഈ വെള്ളമെല്ലാം നല്ലോണം വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. വലിയ തേങ്ങയാണെങ്കിൽ 1/2 മുറി തേങ്ങൻ്റെ നല്ല കട്ടിയുള്ള പാല്, 1/2 കപ്പ് വെള്ളത്തിൽ നല്ല എന്താ പറയുക തേങ്ങ അരച്ചിട്ട് നല്ല കട്ടിയുള്ള പാലെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യുക, തിളക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ലാസ്റ്റ് സദ്യ വളം പോലെ ആ ഒരു ടൈം മാത്രമേ ഇത് ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോഴേക്കും ഇതിലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയെല്ലാം ഇറങ്ങിയിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ്, ഓലൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഓപ്പൺ ആക്കലാണ്. പിന്നെ ഓലന് വൈറ്റ് കളറാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഈ ഒരു വൻപയർ കുറച്ചധികം ചേർത്തിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ കുറച്ചധികം ഉണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ടായിന്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് വേവിച്ച വൻപയർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ മോരാണ് റെഡിയാക്കുന്നത്. എൻ്റെ കയ്യിൽ കട്ടി മോരുണ്ടായതുകൊണ്ട് ഞാൻ മോര് വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കുന്നത്. ഞാനിതാ കുറച്ച് കറിവേപ്പില, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 3 ചെറിയുള്ളി, പിന്നെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. പിന്നെ നിങ്ങൾ തൈരാന്ന് മോരാക്കി എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ഐറ്റംസ് എല്ലാം ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം കട്ടിയുള്ള മോരായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കലാണ്. സദ്യ സ്പെഷ്യൽ മോര് അപ്പോഴേക്കും റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. പിന്നെ മോരെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. അതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപരിപ്പ് പ്രഥമനാണ്. അതിനായിട്ട് ഇതാ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കിലോ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് മൂന്താലില്ലേ അതാണ്. ഇനിയിപ്പോൾ ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് ഈ ഒരു ചെറുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുന്നത് വരെ നല്ലോണം ചൂടാക്കിയെടുക്കുക കേട്ടോ. ഇത് നല്ലോണം ചൂടായിട്ട് വരണം. ചൂടാക്കിയിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക്. അപ്പോൾ ഇതാ നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അരുവത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിതാ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. 3/4 കിലോ വരെ എന്താ പറയുക 3/4 കിലോ വരെ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപരിപ്പില്ലേ ഞാൻ നല്ലോണം ചൂടായി നല്ല സ്മെല്ലെല്ലാം വന്ന ശേഷം ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് 3 വിസിൽ വരെ വേവിക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ ശർക്കരൻ്റെ അളവ് നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുക്കുക. കുറച്ച് ആൾക്കാർക്ക് മധുരം കൂടുതൽ വേണ്ടി വരും, കുറച്ച് മധുരം കുറഞ്ഞ് വേണ്ടി വരും. അതിനനുസരിച്ച് എടുക്കട്ടോ ശർക്കര. അപ്പോഴേക്കും നമ്മുടെ ചെറുപരിപ്പ് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുക്കായിട്ട് വന്ന പരിപ്പിലൊന്ന് ഉടച്ചിട്ട് ഈ ഒരു ശർക്കര മെൽറ്റാക്കിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ഇട്ട് കൊടുക്കുക. അപ്പം കറക്റ്റ് 3 വിസിൽ വരെ വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്താ പറയുക ചെറുപരിപ്പ് ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വേവിച്ചെടുക്കുക, പിന്നെ 2 വിസിൽ. അപ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു വെള്ളത്തിലേക്കില്ലേ ശർക്കരയിലേക്ക് മൊത്തത്തിൽ ഈ പരിപ്പ് മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ടെല്ലാം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക.
അപ്പം ഇത് ഇങ്ങനെ മിക്സ് ആക്കുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലൊന്ന് പുറത്തേക്കെല്ലാം ഒന്ന് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് വരും, പെട്ടെന്ന് എന്താ പറയുക ഒന്ന് വറ്റി വരും. ഇത് നല്ലോണം വറ്റി കുറുകി വരണം. ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് ആ ഒരു പരിപ്പ് നല്ലോണം വറ്റി കുറുകി വരണം. അതുപോലെ ആ ഒരു ഗീൻ്റെ സ്മെല്ലെല്ലാം ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഇതിലേക്ക് ഒരു 1/4 കപ്പില്ലേ ചവ്വരിയും കൂടി ഒരു 5-10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ചവ്വരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ചവ്വരി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചവ്വരി ചേർത്ത് കൊടുക്കാണ്ടും ചെയ്യാം. പക്ഷേ ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മലുണ്ടാക്കുമ്പം ചവ്വരിയൊന്നും ചേർത്ത് കൊടുക്കലില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചവ്വരി ചേർത്താൽ വേറൊരു ടേസ്റ്റ്, കടിക്കാൻ കിട്ടുമ്പം വേറൊരു ടേസ്റ്റ് എല്ലാം ഉണ്ടാവാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം വറ്റി വരണം. പിന്നെ ചവ്വരി നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ 2ാം പാലും 1ാം പാലും 3ാം പാലെല്ലാം ഒഴിക്കുമ്പം തന്നെ നല്ലോണം വെന്ത് കിട്ടും. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നേരം 2.5 കപ്പ് 3ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ 2.5 കപ്പ് 3ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ പാൽ നല്ലോണം വറ്റി വരണം. പിന്നെ ഉമ്മലും ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലാണ് ഉമ്മ ഉണ്ടാക്കൽ. ഉമ്മ എളുപ്പത്തിൽ ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപരിപ്പ് വേവിക്കും. എന്നിട്ട് അതിലേക്ക് തന്നെ എന്താ പറയുക ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കട്ടിയുള്ള 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുക ഉമ്മ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കലാണ്. പക്ഷേ സാധാരണ അടപ്രഥമൻ റെഡിയാക്കുമ്പില്ലേ സാധാരണ ചെറുപരിപ്പ് പ്രഥമൻ റെഡിയാക്കുമ്പോൾ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കാം. 2 കുഴപ്പമില്ല, മറ്റേത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ 2ാം പാൽ തിളച്ചിട്ട് നല്ലോണം കുറുകി വരണം. കുറുകി വന്നതിനാൽ 3ാം പാൽ തിളച്ചിട്ട് നല്ലോണം കുറുകി വരണം. കുറുകി വന്നാൽ ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 കപ്പ് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു 2ാം പാലും നല്ലോണം തിളച്ച് കുറുകി വരണം. പിന്നെ 2 വലിയ തേങ്ങൻ്റെ പാല് 1, 2, 3 പാലാക്കിയിട്ട് മാറ്റി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 തേങ്ങൻ്റെത് ചെയ്യാം, 1 തേങ്ങൻ്റെത് ചെയ്യാം. പക്ഷേ 2 തേങ്ങൻ്റെത് ചെയ്യുമ്പോൾ ഈ ഒരു പ്രഥമന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാലിൽ വറ്റി വന്ന ആ ഒരു മിക്സ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ 2ാം പാലും നല്ലോണം തിളച്ച് കുറുകിയാലും ഞാനിതാ 1 കപ്പ് 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1ാം പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 1ാം പാലും കൂടി ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുക്കലാണ്. ഇതുണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഞാൻ ചെറുപരിപ്പ് പ്രഥമൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള റെസിപ്പി അല്ലേ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 3-4 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടി മുന്തിരി എല്ലാം വറുത്തൊഴിക്കണം. 2 ടേബിൾ സ്പൂൺ ഗീയിൽ അണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. അതും കൂടി ഒഴിച്ച് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ലാസ്റ്റുള്ള തേങ്ങാപ്പാൽ തിളപ്പിച്ചെടുത്തിട്ടില്ല. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ചെറുപരിപ്പ് പ്രഥമൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചു തന്നതാണ്. അതുപോലെ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പം കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലുണ്ടാക്കി കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ എല്ലാ ഐറ്റംസും വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് അണ്ടി മുന്തിരി ഒന്ന് വറുത്തൊഴിച്ചാൽ മതി. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ്. ഈ പ്രഥമനിലെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലും ഞാൻ ചൂടോടെ ഒന്ന് സെർവ് ചെയ്തിട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല നെയ്യിൻ്റെ സ്മെല്ലും ആ ഒരു കട്ടി തേങ്ങാപ്പാലും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 2 തേങ്ങൻ്റെ പാലന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഞാൻ അവിയലാണ് റെഡിയാക്കി എടുക്കുന്നത്. അവിയൽ റെഡിയാക്കുന്ന പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നീളത്തിൽ വെജീസെല്ലാം കട്ടാക്കിയിടാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അവിയലിലേക്കുള്ള പീസസിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ക്യാരറ്റ്, പച്ചക്കായ്, ചേന, എന്താ പറയുക മുരിങ്ങക്കായ, പയർ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. നീളത്തിൽ കട്ടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ എല്ലാം കൂടി ഈ ഒരു മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. കഷ്ണങ്ങളെല്ലാം ഈ ഒരു നീളത്തിൽ തന്നെ കട്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം.
ഇനിയിപ്പില്ലേ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ തന്നെ ഈ ഒരു വെജീസ് എല്ലാം കുക്കിലേക്കുള്ള അരപ്പിനായിട്ട് അരമുറി തേങ്ങ 1 ടീസ്പൂണിലും കുറവ്, ചെറിയ ജീരകം ക്യുമിൻ സീഡ് 1 ടീസ്പൂണിലും കുറവ് തന്നെ ഫെനൽ സീഡ്, വലിയ ജീരകം, കുറച്ച് കറിവേപ്പില, 4 വലുതാണെങ്കിൽ 4 ചെറിയുള്ളി, ചെറുതാണെങ്കിൽ 6 ചെറിയുള്ളി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടില്ലേ ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ ഒതുക്കിയെടുക്കാന്നെല്ലാം പറയൂലേ, അതുപോലെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. അവിയലിലധികം വെള്ളം വേണ്ട. ഞാനിപ്പോൾ ഇതാ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെജീസ് എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം വറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ സ്പീഡിൽ ചെയ്യുന്ന ടൈമിൽ വെള്ളം വറ്റിയത് എനിക്ക് ഓർമ്മയില്ല, വറ്റിയത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അരപ്പ് പെട്ടെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം വെള്ളം വറ്റിയ ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കുക. അവയിൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇനിയിപ്പം ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിലേ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1/4 കപ്പ് നല്ല അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ആക്കിയ തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട. ഇനിയിപ്പം തീ ഓഫ് ചെയ്യുക. തൈര് ചേർത്ത് കൊടുക്കുമ്പം എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. തൈര് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും കേട്ടോ. ഇനിതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സദ്യ വിളമ്പാവുന്ന ടൈമിൽ വേണം ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിക്ക്. ഈ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലും എല്ലാം അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു വെജീസിലെല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് മാറും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം വറ്റിയ ശേഷം മാത്രം തേങ്ങൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അവിയലും കൂടി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ആക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും, അറിയാത്തവരെന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇത് ഞാൻ റെഡിയാക്കുന്നത് രസമൊന്ന് ഒരു പൗഡറും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന രസത്തിൻ്റെ റെസിപ്പി പറയാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 8 ചെറിയ ഉള്ളി, 6 വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ. 1 ടീസ്പൂൺ നിറയെ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 തക്കാളി നീളത്തിൽ കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും ചെറിയുള്ളിയല്ലേ ഒന്ന് ഫ്രൈ ആയിട്ട് വേണം ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് മല്ലി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം റോസ് സ്മെല്ലും മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു മസാല കരിഞ്ഞു വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കി എടുക്കാം. നെല്ലിക്ക വലിപ്പത്തിൽ പുളി തന്നെ എടുക്കാനും ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിലും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. രസ പൗഡറൊന്നും ഇല്ലാണ്ട് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഈ ഒരു ഐറ്റംസ് എല്ലാം എന്തായാലും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള രസം റെഡിയാവും. പിന്നെ ലാസ്റ്റ് ആയിട്ട് 1 കൈപ്പിടി നിറയെ എന്നെ മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. മല്ലിയില എന്തായാലും രസത്തിൽ ചേർത്ത് കൊടുക്കണം. ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ്. ഈ ഒരു രസം വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. ഇനിയിപ്പം മല്ലിയില ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ സദ്യ വിളമ്പുന്ന ആ ഒരു ടൈമിൽ വിളമ്പിയാൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിപൊളിയായിട്ടുള്ള രസമാണ്. പിന്നെ നമ്മളിതിൽ രസ പൗഡറും കാര്യങ്ങളും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും നമ്മൾ കുക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഷെയർ ആക്കാം. റെസിപ്പി പയറ് തോരാനാണ്. അതിനായിട്ട് ഞാൻ പാത്രം ചൂടാക്കിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ പയറ് കട്ടാക്കിയതും 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇതൊന്ന് നല്ലോണം ചൂടായിട്ട് വരണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക.
എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കുക്കാക്കുമ്പോൾ തന്നെ കുക്കായിട്ട് വരും. ഞാനിപ്പം ഒരു 1/4 കിലോ പയറിൻ്റെ അളവാണ് കേട്ടോ പറഞ്ഞത്. ഇതിലേക്ക് ചില ആൾക്കാർ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ പയറ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ എല്ലാ റെസിപ്പീസും ഏറ്റവും സിമ്പിളായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ 2 പാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ സദ്യ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് അധികം ടയേർഡായിട്ട് തോന്നില്ല, ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് സദ്യ എടുക്കാനും പറ്റും. അപ്പം ഈ ഒരു റെസിപ്പീസ് എല്ലാം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. പുറത്തുനിന്ന് സദ്യ വാങ്ങുന്നതിലും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുണ്ടാക്കിയ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം വീഡിയോ ഷെയർ ആക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.